ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിപ്പിക്കാൻ കഷ്ടപ്പെടുന്ന ചില മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മളിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, ഈ കുഞ്ഞിനെന്താ വിശപ്പും ദാഹവും ഒന്നുമില്ലേ? അതുപോലെ സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ നമുക്കും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശപ്പും ദാഹവുമൊക്കെ ഉണ്ട്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. ഇവിടെ ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത് ലോകത്തിന്റെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്ന വിപ്ലവത്തിന്റെ നീതിയെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിന്റെ നീതിയായ വിശുദ്ധിയെക്കുറിച്ചാണ്. ഔസേപ്പിതാവിനെ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് നീതിമാൻ എന്നാണ്. ലോകത്തിന്റെ കണ്ണിൽ ഏറ്റവും അധികം അനീതി തന്റെ ജീവിതത്തിൽ ഏൽക്കേണ്ടി വന്ന മനുഷ്യൻ ദൈവത്തിന്റെ കണ്ണിൽ നീതിമാനായി, വിശുദ്ധ ഔസേപ്പായി. ചില പാപങ്ങളിൽ നിന്ന് മോചനം നേടണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആ പാപം തരുന്ന താൽക്കാലിക സുഖവും സംതൃപ്തിയുമൊക്കെ ഉപേക്ഷിക്കാൻ നമുക്ക് വല്ലാത്ത ഒരു മടിയുണ്ട്. ഇത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള നമ്മുടെ ദാഹത്തെ കുറച്ചു കളയുന്നു. ഈ തിരിച്ചറിവ് നമ്മുടെ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ദാഹം വർദ്ധിപ്പിക്കട്ടെ. നമുക്കും വിശുദ്ധിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവരാകാം. ആ വിശുദ്ധിക്ക് മാത്രമേ നമ്മെ പൂർണ്ണമായി സംതൃപ്തരാക്കാൻ കഴിയുകയുള്ളൂ. ഈ വചനത്തിലൂടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.